ഈ സ്ത്രീകളെ സുന്ദരികളെന്നും അല്ലാത്തതെന്നൊക്കെ വേർതിരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി ആരാ? ഇത്തരത്തിൽ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളെ ഇങ്ങനെ വർഗീകരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്? ഇതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് CPMന്റെ വനിതാ നേതാക്കന്മാർക്ക് എന്താണ് പറയുവാനുള്ളത്? CPM കേരള രാഷ്ട്രീയത്തെ മലിനമാക്കുകയാണ്. കേരളം കൂടുതൽ നല്ല രാഷ്ട്രീയ സംസ്കാരം അർഹിക്കുന്നുണ്ട്. ഇന്നലെ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ വ്യക്തി അധിക്ഷേപം അത് തീർച്ചയായും രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട്, 9.5 വർഷമാകാൻ പോകുന്ന സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്, രാഷ്ട്രീയത്തെ വക്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അപഹാസ്യമാണ്. അത് രാഷ്ട്രീയത്തിന് ഏറ്റവും മോശമായ പ്രതികരണവും കൂടിയാണ്. നമുക്കറിയാം, ഈ ഷാഫി പറമ്പിൽ MP-യെ ലക്ഷ്യം വെച്ച് CPM ജില്ലാ സെക്രട്ടറി പറയുന്ന വാക്കുകൾ കേരളത്തെ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നതാണ്. ഈ സ്ത്രീകളെ സുന്ദരികളെന്നും അല്ലാത്തതെന്നൊക്കെ വേർതിരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി ആരാ? ഇത്തരത്തിൽ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളെ ഇങ്ങനെ വർഗീകരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്? ഇതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് CPMന്റെ വനിതാ നേതാക്കന്മാർക്ക് എന്താണ് പറയുവാനുള്ളത്? കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ആർക്കെങ്കിലും എതിരെ വ്യക്തി അധിക്ഷേപം നടത്തുക, അത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുക. സ്വാഭാവികമായും ഈ കാര്യത്തെ തന്നെ പാർലമെന്റ് അംഗം എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹവുമായി സഹകരിക്കുന്ന സ്ത്രീകളെ മോശം രീതിയിൽ ചിത്രീകരിക്കാൻ സൈബർ ഗുണ്ടകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? മാത്രമോ, എത്ര പേര് CPMന്റെ സൈബർ ആളുകൾ ആക്രമിക്കുന്നത്? സൈബർ ബുള്ളിങ്, അപവാദ പ്രചരണങ്ങൾ, അതോടൊപ്പം തന്നെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ, അങ്ങനെ എന്താ പറയുക, തീവ്രത അളക്കുന്ന മെഷീൻ അടക്കം അത്തരത്തിലുള്ള പല കാര്യങ്ങളും CPMന്റേതായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്തായാലും കേരളത്തിലെ CPM ഈ നടത്തുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഹീനമായ തന്ത്രങ്ങളുമായി സ്ത്രീകളെ മുൻനിർത്തി വരുന്നതാണോ, അത്തരം വല്ല കാര്യങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള സംശയം പോലും തോന്നുന്ന രീതിയിലാണ്. അത്രയ്ക്ക് രാഷ്ട്രീയത്തെ താഴെ തലങ്ങളിലേക്ക് കൊണ്ട് ഒരു ഭാഗത്ത് സ്ത്രീ സംരക്ഷകരായി അതിന്റെ മേലങ്കി എടുത്ത് അണിയുകയും, മറുഭാഗത്ത് സ്ത്രീ വിരുദ്ധതയും, അതോടൊപ്പം തന്നെ ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങളുമായി പോകുന്നു. ഇത് അവസാനിപ്പിക്കണം. കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ CPM തയ്യാറാകണം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈബർ ബുള്ളിങ്ങും അപവാദ പ്രചരണങ്ങളും വ്യാജ സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഉള്ള സ്കൂളൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണോ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്ന് സംശയിക്കുന്നുണ്ട്. ആ നിലയിലൊക്കെ തരംതാണ് സംസാരിക്കുന്നത് ഒട്ടും യോജിച്ചതല്ല. ഇന്ന് രാവിലെ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന കണ്ടാൽ ഒരു എന്താ പറയുക, ബ്ലാക്ക് മെയിലിംഗ് പോലെ സംസാരിക്കുന്നു. ഇവരൊക്കെ ഇത്ര തരംതാണ് പോകുന്നു. അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങളിൽ കേരളത്തിലെ പോലീസിന് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിൽ തുല്യനീതിയില്ല. മറ്റ് സ്ത്രീകൾക്കെതിരെ നടത്തിയുള്ള ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, പുരുഷന്മാർക്കെതിരെയായാലും അതാണ്. കാപ്പി സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച KK ലതിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ? അത് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ട് പോലും ഒരു CPMകാരാണ് എന്ത് സൈബർ അറ്റാക്ക് നടത്തിയാലും അവർക്കെതിരെ കേസെടുക്കത്തില്ല, നടപടിയില്ല. മറ്റുള്ളവർക്കെതിരെ മാത്രം കേസും നടപടിയും. അതുപോലെ പരാതി കൊടുക്കുന്ന സ്ത്രീകൾ, ഞാൻ അടക്കമുള്ള സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു നടപടിയുമില്ല. ആന്തൂരിലെ സാജന്റെ ഭാര്യയെ വളരെ മോശമായി അവഹേളിച്ചു, അദ്ദേഹത്തിന്റെ മരണശേഷം പോലും. അങ്ങനെ എത്ര പേര്, KK രമയെ ആക്ഷേപിച്ചു, അച്ചുമ്മനെ ആക്ഷേപിച്ചു, ഞാൻ അടക്കമുള്ള നിരവധി വീട്ടമ്മമാരുൾപ്പെടെയുള്ള സ്ത്രീകൾ. ആ കേസുകളൊന്നും നടപടിയില്ല. ചില സെലക്റ്റീവായ നടപടികളും നിലപാടും മാത്രമാണ് കേരളത്തിൽ ഈ സൈബർ ആക്രമണങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് എന്നതും ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ഈ കേരളത്തിലെ CPM നടത്തുന്ന ഇത്തരം ഹീനമായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. എന്തായാലും ഒരു അടിസ്ഥാനം ഉണ്ടാകത്തില്ലല്ലോ. ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ലോകം ആരാധിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരുന്നോ? അവരുടെ പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? എനിക്കൊരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഉമ്മൻചാണ്ടി സാറിനെതിരെ CPM കെട്ടിപ്പെടുത്തി കൊണ്ടുവന്ന വ്യാജ ആരോപണങ്ങളിൽ CD തേടി കോയമ്പത്തൂരിൽ പോയ ചില ആളുകളൊക്കെ ഫാക്കൽറ്റികളായിട്ട് എന്തൊക്കെയോ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് CPMന് സൈബർ ഏരിയയിൽ. അതെങ്ങാനും ആയിരിക്കും, അവരെങ്ങാനും ഒക്കെ ആയിരിക്കും ഇത്തരം ആരോപണം കൊണ്ടുവരുന്നത്. മേ ബി എനിക്കറിയില്ല, അതിന്റെ സാഹചര്യത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇവരിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെയാണ് ഇത് ബാധിക്കുന്നത്, സ്ത്രീകളെയാണ് ഇത് ബാധിക്കുന്നത്. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിലെ സ്ത്രീകളെ ആരെങ്കിലും ഒക്കെ വെച്ച് രാഷ്ട്രീയം മാറ്റിക്കളയാമെന്നാണ്. തെറ്റാണ്.
ഇത്തരം പ്രവണത രാഷ്ട്രീയത്തിന് ഒട്ടും ഉചിതമായ കാര്യമല്ല. സ്വാഭാവികമായും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, സ്ത്രീകളുടെ അന്തസ്സ് നിലനിർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിലപാടെടുക്കുന്നവരാണ് ആ കാര്യത്തിൽ. പക്ഷെ ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗം മലീമസമാക്കുന്ന നിലപാടുകൾ അതിനെക്കുറിച്ച് CPM ചിന്തിക്കണം. അതൊന്നും ഇതിനൊരു ന്യായീകരണമല്ല. എങ്ങനെ ആരെങ്കിലും വ്യക്തികളെ അങ്ങ് അധിക്ഷേപിക്കുക CPM നേതാക്കന്മാരെ ചാടി ഇറങ്ങിയിട്ട്, എന്നിട്ട് അതിനെ പ്രചരിപ്പിച്ചിട്ട് നമ്മൾ സൈബർ രംഗം നോക്കിയാൽ മതിയല്ലോ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരോട് CPM സൈബർ ഹാൻഡിലുകൾ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ.